ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ അക്യൂപഞ്ചർ ബോധവൽക്കരണ ക്യാമ്പിനെതിരെ പരാതി. ഈ പോലീസിൽ ഈ സംഘാടകർ പരാതി നൽകിയിട്ടുണ്ട്. അവിടെ വെച്ച് അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. മാധ്യമപ്രവർത്തകൻ KP റഹ്മത്തുള്ള ചേരുന്നുണ്ട് കുറ്റ്യാടിയിൽ നിന്ന്. റഹ്മത്തുള്ള, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ക്യാമ്പിനിടെ ആരെങ്കിലും പുറമേ നിന്നെത്തി ആക്രമണം നടത്തുകയായിരുന്നോ? ഒരു സക്കീർ എന്ന് പറയുന്ന ഒരാളും അയാളുടെ കൂടെയുള്ള ആളുകളും സംഘം ചേർന്ന് ക്ലാസ് എടുക്കുന്നതിനിടയിലേക്ക് വരികയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സംഘം ചേർന്ന് വരികയായിരുന്നു. ഇവിടെ നേരത്തെ അക്യൂപങ്ചറുമായി എന്താണ് പ്രകോപന കാരണം? ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ യുവാവ് അവിടെ എത്തിയത്? അതെ, ഒരു സ്ത്രീ പ്രസവത്തിൽ മരിച്ച ഒരു സംഭവം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഒരു പ്രസവത്തോടനുബന്ധിച്ച് നവജാത ശിശുവിന് വേണ്ടത്ര ചികിത്സ നൽകാത്തതിനെ തുടർന്ന് കുട്ടി മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പ്രകോപിതരായ നാട്ടിലുള്ളവരാണ് അക്രമം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ആ സംഭവം വലിയ ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ റഹ്മത്തുള്ള, ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ആക്രമണം നടത്തിയ ആളുകളെ പിടികൂടിയിട്ടുണ്ടോ? പോലീസ് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരെ അക്യൂപങ്ചറുമായി ബോധവൽക്കരണ പരിപാടി നടത്തിയവർ കൊടുത്ത പരാതിയിൽ തന്നെ ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്ത്രീകൾക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണല്ലേ അറിയാൻ കഴിഞ്ഞ കാര്യം. ഈ രീതിയിൽ, അതായത് കൃത്യമായും ആസൂത്രിതമായി നടത്തിയൊരു ആക്രമണം എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, അക്യൂപങ്ചറുമായി ബന്ധപ്പെട്ട ചികിത്സ ശരിയല്ല. ആ ചികിത്സയൊക്കെ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന ഒരു നിരന്തരമുള്ള സംഭവങ്ങളിൽ നിന്ന് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വീട്ടിലെ പ്രസവങ്ങളും അക്യൂപങ്ചർ ഫോളോ ചെയ്തുള്ള പ്രസവങ്ങളുമൊക്കെ മനുഷ്യർ മരണപ്പെടാൻ ഇടയാക്കുന്നു എന്ന ഒരു പൊതുബോധം ഈ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ്. റഹ്മത്തുള്ള, ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഒരു സംഘം സംഘടിച്ചെത്തുന്നു, ഈ ക്യാമ്പിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകളെ കയ്യേറ്റം ചെയ്യുന്നു. അങ്ങനെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. കാരണം അക്യൂപഞ്ചർ ചികിത്സ തെറ്റായ ചികിത്സയാണ്, നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ ഈ ക്യാമ്പിനെതിരെ പോലീസിൽ പരാതി നൽകാം, മറ്റ് നിയമ നടപടി സ്വീകരിക്കാം, വേണമെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാം. പക്ഷേ ആളുകളെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യമുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളാണ് ഈ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയ സൂചന. അവരാണ് ഇത്തരം അക്രമങ്ങൾ. സാധാരണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കുക, പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സംഘം ഒരു പ്രത്യേക ഹാള് വാടകയ്ക്കെടുത്ത് പരിപാടി നടത്തുന്നതിൽ പ്രതിഷേധിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് എന്നതാണ് സത്യം. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്ന ധാരാളം ആളുകളെ തീർച്ചയായും അങ്ങനെ ഒരു ശ്രീ റഹ്മത്തുള്ള, ഇത് എന്തായാലും ആസൂത്രിതമായിട്ടുള്ളൊരു പ്രതിഷേധം, ആക്രമണം എന്ന് തന്നെയാണോ കരുതേണ്ടത്? പോലീസ് ഈ വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് സ്റ്റേഷനിൽ ഇവർ പോവുകയും പരാതി നൽകുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് പരാതികളൊക്കെ വായിച്ച് നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. FIRന്റെ കോപ്പിയും പരാതിയുടെ കോപ്പിയും ഒക്കെ ഞാൻ ചോദിച്ചു. എത്ര പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്? ഈ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ എത്തിയ ഈ സംഘത്തിൽ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? സക്കീറിന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. അവരെ പ്രതിരോധിക്കാനോ വേണ്ട മാതിരി
അവരെ അടക്കി നിർത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അക്യൂപഞ്ചർ അക്കാദമിയുടെ ചെയർമാൻ ഡോക്ടർ ഷുഐബ് റിയാലു ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ചില സ്ത്രീകൾക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റു ആയുധങ്ങളും മറ്റും കൊണ്ടായിരുന്നോ ഇവരുടെ ആക്രമണം? അല്ലല്ല, ആയുധങ്ങളൊന്നുമില്ല. അത് ഉന്തും തിക്കിലും പെട്ട് പരിക്കേറ്റു എന്നാണ്. ആയുധങ്ങളോ വടിയോ കത്തിയോ അങ്ങനത്തെ ആയുധങ്ങളൊന്നുമായിട്ടല്ല വന്നത്. അവര് സ്വാഭാവികമായിട്ട് ഈ ക്ലാസ് നടക്കുമ്പോൾ കടന്നു വരികയും അവിടെയുള്ളവരുമായിട്ട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നതിലപ്പുറമൊന്നുമില്ല. സംഘാടകർ പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പ് നടത്താത്തതിന്റെ കുഴപ്പമാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പോലീസ് എത്തിയിട്ട് പോലീസ് സംഭവം കഴിഞ്ഞിട്ടാണ് പോലീസിൽ പരാതി അങ്ങോട്ട് പോയി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്ന വിവരമൊന്നും പോലീസിൽ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നില്ല. സംഘാടകരാകട്ടെ ഇങ്ങനെ ഒരു അക്രമം നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. വ്യക്തമാണ്. KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുറ്റ്യാടിയിലാണ് അക്യൂപഞ്ചർ ബോധവൽക്കരണ ക്യാമ്പിനെതിരെ ആക്രമണമുണ്ടായത്. ഒരു സംഘം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. പിന്നീട് ഈ സംഘടിച്ചെത്തിയവർ ഈ ക്യാമ്പിൽ പങ്കെടുത്തവരെ ആക്രമിക്കുകയായിരുന്നു. സ്ത്രീകൾക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൽ ഈ സംഘാടകർ പരാതി നൽകി. പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.